രാഷ്ട്രീയമായി ഏറെ വിവാദം സൃഷ്ടിച്ച കേസ്. 17 വർഷത്തിനു ശേഷം കോടതി വിധി പ്രതികളായ തീവ്ര ഹിന്ദു നേതാക്കളെ വെറുതെ വിട്ടുകൊണ്ട്. മുംബൈ NIA പ്രത്യേക കോടതി വിധി പറഞ്ഞ മാലേഗാവ് സ്ഫോടന കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. തുടക്കത്തിൽ പ്രതികൾക്കെതിരെ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞ കേസ്. പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത NIA പ്രതിപട്ടികയിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയ കേസ്. എന്നാൽ അന്നത്തെ ജഡ്ജ് അത് തള്ളുകയും വീണ്ടും പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്ത കേസ്. പല കാലങ്ങളിൽ 5 ജഡ്ജിമാർ വാദം കേട്ട കേസ്. ഇപ്പോൾ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി മുംബൈ പ്രത്യേക കോടതി ജഡ്ജ് 7 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കേസ്. സാധ്വി പ്രഗ്യ എന്നറിയപ്പെടുന്ന BJP മുൻ MPയും തീവ്ര ഹിന്ദു നേതാവുമായ പ്രഗ്യ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണലായിരുന്ന ശ്രീകാന്ത് പ്രസാദ് പുരോഹിത്, ധർ ദ്വിവേദി, രമേശ് ഉപാധ്യായ, അജയ് രഹിർക്കർ, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി ഇവർ കുറ്റവിമുക്തരാണിപ്പോൾ. സത്യം ജയിച്ചുവെന്ന് പ്രഗ്യ ഠാക്കൂർ പറയുന്നു. കാവി തീവ്രവാദമില്ലെന്നതിൻ്റെ തെളിവാണ് വിധിയെന്ന് BJP നേതാക്കളും. റംസാൻ മാസം അവസാനിക്കുകയും നവരാത്രിക്കാലം തുടങ്ങുകയും ചെയ്ത സമയത്ത് രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ സ്ഫോടനം പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി സന്നാഹമൊരുക്കിയെന്നതാണ് കേസ്. എന്നാൽ പ്രതികളുടെ പങ്കിന് ഈ തെളിവുകൾ ദുർബലം എന്ന് വിധിന്യായത്തിൽ കോടതി. സ്ഫോടക വസ്തുക്കൾ പ്രതികൾ ഉണ്ടാക്കിയതിനോ ഒളിപ്പിച്ചതിനോ തെളിവില്ല. പ്രതികളുടെ വിരലടയാളം ലഭിച്ചിട്ടില്ല. പ്രഗ്യ സിംഗ് ഠാക്കൂറിന് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാനായില്ല. സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് നൽകിയത് പ്രഗ്യയാണെന്ന മുൻ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ NIA തള്ളിയിരുന്നു നേരത്തെ. സെപ്റ്റംബർ 29 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെ മാലേഗാവിലുണ്ടായ സ്ഫോടനത്തിൽ സംസ്ഥാന പോലീസ് മുസ്ലിം പേരുകളിലേക്കാണ് ആദ്യം അന്വേഷണം കൊണ്ടുപോയത്. പലരെയും പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങിയ സമയത്ത് മുംബൈ ഭീകരവാദ സ്ക്വാഡ് കേസ് ഏറ്റെടുക്കുന്നു. മുംബൈ ATS നിർണായക കണ്ടെത്തലുകളും നടത്തുന്നു. അഭിനവ് ഭാരത് എന്ന തീവ്ര ഹിന്ദു സംഘടനയാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് അന്ന് കേസന്വേഷിച്ച സംഘത്തലവൻ ഹേമന്ത് കർക്കറെ കണ്ടെത്തുന്നു. പ്രഗ്യ സിംഗ് ഠാക്കൂർ അറസ്റ്റിലാകുന്നു. മൂന്ന് മാസത്തിന് ശേഷം മുംബൈ ഭീകരാക്രമണത്തിൽ കർക്കറെ കൊല്ലപ്പെടുന്നു. ൽ 11 പേരെ പ്രതി ചേർത്ത് ATS കുറ്റപത്രം. 2011 വിചാരണ നടപടികൾ ഇഴഞ്ഞു. 2014 കേസ് ദുർബലമായി. പ്രതികൾക്കെതിരായ മോക്ക വകുപ്പ് പിൻവലിക്കപ്പെട്ടു. 2018 വീണ്ടും വിചാരണ തുടങ്ങി. പ്രതിപട്ടികയിൽ നിന്ന് അതിനിടെ പ്രഗ്യ സിംഗ് ഠാക്കൂറിനെ ഒഴിവാക്കി. അന്നത്തെ ജഡ്ജ് ടെക്കല ഇത് അംഗീകരിച്ചില്ല. വീണ്ടും അവർ പ്രതിയായി. പക്ഷേ NIA കേസ് ദുർബലമാക്കിയെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു. അവശേഷിച്ച തെളിവുകൾ വെച്ചുള്ള കുറ്റപത്രമാണിപ്പോൾ ജഡ്ജ് AK ലഹോട്ടി തള്ളിയത്. ബലമായ സംശയമുണ്ട് എന്നതുകൊണ്ട് മാത്രം ആരോപണ വിധേയരെ കുറ്റക്കാരാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണത്തിൽ വലിയ പിഴവുണ്ട്. ദൃക്സാക്ഷികൾ മൊഴികളിൽ ഉറച്ചു നിന്നില്ല, കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിപട്ടികയിൽ NIA ഒഴിവാക്കിയ പ്രഗ്യ സിംഗ് ഠാക്കൂർ 2019 മധ്യപ്രദേശിൽ നിന്ന് BJPയുടെ MP ആയി. പ്രതി ശ്രീകാന്ത് പുരോഹിതിനു വേണ്ടി മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ മുകുൾ റോത്തഗി ഹാജരായിരുന്നു. പിന്നീട് റോത്തഗി വാദമൊഴിഞ്ഞു. 5 ജഡ്ജിമാർ പല സമയങ്ങളിലായി കൈകാര്യം ചെയ്ത കേസ്. ഇങ്ങനെ നിരവധി വിചിത്രതകൾ ഈ കേസിലുണ്ട്.
ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യകാലത്ത് പ്രതിചേർക്കപ്പെട്ട മുസ്ലിം നാമധാരികളായ വ്യക്തികൾ, തീവ്രവാദികളെന്ന് മുദ്രകുത്തപ്പെട്ട അവരുടെ കുടുംബങ്ങൾ, ഏറെക്കാലം ദൃക്സാക്ഷി പട്ടികയിൽ ഉൾപ്പെട്ട് 350 കിലോമീറ്റർ ദൂരെയുള്ള കോടതിയിലേക്ക് ഒരുപാട് തവണ യാത്ര ചെയ്ത് കോടതി മുറി കയറിയിറങ്ങി നരകിച്ചവർ, വലിയ ഭീഷണി മൊഴിമാറ്റാൻ നേരിടേണ്ടി വന്ന ദൃക്സാക്ഷികൾ. 1087 ഹിയറിങ്ങുകളുണ്ടായി ഈ കേസിൽ എന്ന് ഓർക്കണം. 323 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 37 പ്രധാന സാക്ഷികൾ കോടതിയിൽ കൂറുമാറി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ നീതിയുദ്ധവും പ്രതിസന്ധിയിലാണ്. കൊല്ലപ്പെട്ട 19കാരൻ സയ്യിദ് അസറിൻ്റെ പിതാവ് നിസാർ അഹമ്മദ് അടക്കം നീതി തേടി നടത്തിയ യാത്രകൾ വ്യർത്ഥമാകുന്നു.